നമസ്കാരം. ജോർജിയയിലെ ജ്വാരി മൊണസ്ട്രീനെ കുറിച്ചാണ്. ജ്വാരി എന്ന് പറഞ്ഞാൽ കുരിശ്, ക്രൂശ് എന്നൊക്കെയാണ് ഇവിടുത്തെ ഭാഷയിലർത്ഥം. കുന്നിന്മേലുള്ള ഈ മൊണാസ്ട്രി 4-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ രാജ്ഞിയായ സെയിനിനോ, പിന്നീട് അവർ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു, സ്ഥാപിച്ച ഒരു മരക്കുരിശ് വഴിയാണ് സ്ഥാപിതമായത്. ഈ കുരിശിൻ്റെ ആകൃതി തന്നെ നമ്മുടെ സാധാരണ കാണുന്ന ക്രൂശിൻ്റെ പോലെയല്ല. ഈ മൊണാസ്ട്രിയുടെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ വളരെ അതിപുരാതനമായ രീതിയിൽ, അതായത് പ്രത്യേകിച്ചൊന്നും മോഡിഫൈ ഒന്നും ചെയ്യാതെ അതേപോലെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. തൂണുകളൊക്കെ സ്ഥാപിച്ച് അത്യാവശ്യം നന്നായി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പള്ളിയിൽ കയറുമ്പോൾ സ്ത്രീകൾ തലമറച്ചിരിക്കണമെന്നുള്ളത് വളരെ നിർബന്ധമാണ്. അല്ലെങ്കിൽ അവിടെ ഒരു സ്കാർഫ് വെച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ അത് സ്കാർഫ് ഇല്ലെങ്കിൽ അത് എടുത്തിട്ട് കയറാം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ മഠം കൂടിയാണ് ജാവരി മൊണാസ്ട്രി. അതുപോലെ തന്നെ വളരെ പഴയ രീതിയിലുള്ള ആർക്കിടെക്ചറാണ് ഇവിടെയുള്ളത്. ഈ ക്രൂശിത രൂപത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ സാധാരണ കാണുന്നതിനേക്കാളും? ഇതിൻ്റെ കഥ ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഈ മൊണാസ്ട്രിയിൽ സ്ഥാപിച്ചിരിക്കുന്ന അന്ത്രയോസിൻ്റെ പാദത്തിൻ്റെ തിരുശേഷിപ്പാണിത്. നമ്മുടെ ഭാരതത്തിൽ തോമാസ് ലീഹ വന്നിട്ട് അല്ലേ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിച്ച്. ഇവിടെ വിശുദ്ധ അന്ത്രയോസാണ് ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിശക്തമായ കാറ്റ്, കുന്നിൻപുറമാണല്ലോ കാണാം. താഴെയാണെങ്കിൽ വളരെ മനോഹരമായ കാഴ്ച. അർഗവി, മറ്റ്കാവരി എന്ന 2 നദികൾ, 2 കളറാണ്, പക്ഷേ കളറ് പോലും ഒരുമിച്ച് കൂടിച്ചേരാതെ ഒരുമിച്ചൊഴുകുന്ന 2 നദികൾ, 2 മലകളിൽ നിന്ന് വരുന്നതാണ്. ഈ കുന്നിന്മേലുള്ള ഈ മൊണാസ്ട്രിയെ കുമ്പിടുന്നു ഈ 2 നദികൾ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. വളരെയധികം അത്ഭുതത്തിനൊക്കെ പേര് കേട്ട ഒരു തീർത്ഥാടന സ്ഥലം കൂടിയാണ് ഈ മൊണാസ്ട്രി. സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ കമ്മ്യൂണിസമൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സമയത്ത് പല ഇവിടുത്തെ പള്ളികളൊക്കെ അടച്ചിട്ടിരുന്നു. പക്ഷേ ഈ ജാവരി മൊണാസ്ട്രിക്ക് മാത്രം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. 1991 നമ്മുടെ ജോർജിയ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ ഞങ്ങൾ മൊണാസ്ട്രിയൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങളിവിടെ ജോർജിയയിലേക്ക് പോയത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇവിടുത്തെ വിൻ്റർ ആരംഭിച്ചിട്ടില്ല, സമ്മർ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ജോർജിയനെ എപ്പോഴും പച്ചപ്പിൽ കാണണമെങ്കിൽ ഈ സമയത്താണ് വരേണ്ടത്. അന്നൊക്കെ അത്യാവശ്യം നല്ല ടയേർഡായി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അർഗവി, മറ്റ്കാവരി നദികളിലൂടെയുള്ള യാത്രയാണ് അടുത്ത എപ്പിസോഡിൽ. അതുപോലെ ക്രൂശുമരണത്തിന് ശേഷം യേശുവിൻ്റെ തിരുവസ്ത്രം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി. അതുപോലെ തന്നെ ഞങ്ങൾ ടൂർ ഓപ്പറേറ്ററോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ജോർജിയയിൽ പോകുമ്പോൾ നമുക്കൊരു ഗ്രാമത്തിലുള്ള സാധാ ഒരു വീട് കാണണം, അവരുടെ ജീവിത രീതികൾ കാണാൻ. അതും സാധിച്ചു. അപ്പോൾ ഇതെല്ലാം നെക്സ്റ്റ് എപ്പിസോഡിലുണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച്.